നിങ്ങളൊന്ന് ആലോചിക്കണം എൻ്റെ പ്രായം. എനിക്ക് 89 വയസ്സുള്ള ഒരാളാണ്. മാധ്യമരംഗത്തും ഞാനൊരു മുത്തച്ഛനാണെന്ന് പറയണം. കാരണം മാധ്യമരംഗത്തും ഞാൻ ഏറെ കൊല്ലങ്ങളായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇന്നും അങ്ങനെ തന്നെയാണ്. എന്നോട് ഒരു മര്യാദയില്ലാതെ എന്നെ വളഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈ റോഡിൻ്റെ നടുവിലാണ് എന്നെ നിർത്തിയത്. ഞാൻ ചോദിച്ചു, നല്ല വെയിലല്ലേ, എൻ്റെ ഈ പ്രായത്തിനുമായിട്ട് നമ്മൾ ഇവിടെ വെച്ച് ഇത് വേണോ? ഇത് ശിവഗിരിയാണ്. ഈ ശിവഗിരി വെച്ചല്ല നമ്മൾ കാര്യക്കാരതും സംവാദം നടത്തേണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് 90% ഉള്ള ആളുകളെല്ലാം സഹകരിച്ച് അവർ വളരെ ശാന്തവും മൈൽഡായിട്ട് ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചുള്ളത് ഈ വശത്ത് നിന്ന ആളുകളാണ്. അവർ സിമ്പിളായി ചോദിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഒരാൾക്ക് ഈ ഇരിക്കുന്ന റിപ്പോർട്ടർ ഈ കുന്തവും കൊണ്ട് ഇങ്ങോട്ട് വരികയാണ്. കാരണം ഒരാൾ എനിക്ക് സംസാരിച്ചിരിക്കല്ല, ഞാൻ ഈ സംസാരത്തിലിരിക്കുമ്പോൾ ആ സംസാരത്തിനെല്ലാം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടർ ചാനലുകാരൻ ആ ചാനലിൻ്റെ ഈ വടിയും പിടിച്ച് എൻ്റെ നേരെയിട്ട് വരികയാണ്. UDF ഗവൺമെൻറ് കാലത്തൊന്നും തന്നില്ല എന്ന് പറയുമ്പോൾ LDF കാലത്ത് എന്ത് തന്നു? ഞാൻ പറഞ്ഞു, ഇതിവിടെ സമ്മതിക്കേണ്ട വിഷയമല്ല. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഈ വന്ന ആളെ എനിക്കറിയാം. റാഹി ഇരാറ്റുപേട്ടക്കാരനാണ്, MSFൻ്റെ നേതാവാണ്. അവൻ തീവ്രവാദിയാണ്, മുസ്ലിങ്ങളുടെ വലിയ വക്താവാണ്. ഇതൊക്കെ എനിക്കറിയാം. അയാളെ ആരോ പറഞ്ഞേച്ചതാണ്. കാരണം ഒരു കർമ്മം ഒന്നുമില്ല. ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ, അയാളോട് കാണിക്കുന്ന മര്യാദയില്ലേ, അയാൾ സംസാരിക്കുന്ന രീതി, ഒരു പക്വത, ഒരു ചാനൽ ചർച്ചയിൽ വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിൽ എത്തുന്നവർ അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവൻ്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ.